കോതമംഗലം തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ മരണമടഞ്ഞ സന്യാസാർത്ഥിനി അന്നു അലക്സിന്റെ മരണത്തിൽ ദുരൂഹതകളില്ലെന്ന കോതമംഗലം തിരുഹൃദയ സന്യാസിനി സമൂഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 21 വയസ്സായിരുന്നു. പോലീസ് നടപടികൾ പൂർത്തിയാക്കി രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോനാസ് പള്ളി സെമിത്തേരിയിൽ അന്നുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. കോതമംഗലം നോവിഷേഡ് ഹൌസിൽ വെച്ച് പാലാ രൂപതാംഗമായ അന്നു അലക്സ് എന്ന സന്യാസാർത്ഥിനി ദൗർഭാഗ്യകരമായി മരണപ്പെടുകയാണുണ്ടായതെന്നും ഇന്നലെ രാത്രി 10-15 വരെ കമ്മ്യൂണിറ്റിയുടെ പൊതുപരിപാടികളിലെല്ലാം പങ്കെടുത്ത് തങ്ങൾക്കൊപ്പം അന്നു ഉണ്ടായിരുന്നുവെന്നും കോതമംഗലം സേക്രഡ് ഹാർട്ട് ജ്യോതി പ്രൊവിൻസ് PRO പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മാസാദ്യ വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് നിശ്ചയിച്ചിരുന്ന പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ചാപ്പലിൽ അന്നുവിനെ കാണാതായതിനെ തുടർന്ന് എല്ലായിടത്തും അന്വേഷിക്കുകയും ഒടുവിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നതായി കാണപ്പെട്ട താഴത്തെ നിലയിലുള്ള ഒരു മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജീവനുണ്ടെന്ന് കണ്ടതിനാൽ ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതിനു ശേഷം കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. സന്യാസിനി സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി ഇടപെട്ടിരുന്ന അന്നുവിനെ ഇങ്ങനെയൊരു ദാരുണകൃത്യത്തിന് പ്രേരിപ്പിച്ച കാരണം തങ്ങൾക്ക് വ്യക്തമല്ലെന്നും പോലീസ് നടപടിക്രമങ്ങളോട് സന്യാസ സമൂഹം പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തങ്ങളുടെ പ്രിയ സഹോദരിയുടെ അകാലത്തിലുള്ള വേർപാടിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുന്നതോടൊപ്പം ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും തിരുഹൃദയ സന്യാസ സമൂഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഷെക്കേന ന്യൂസ്, കൊച്ചി.